ഗിൽഗാൽ ഗ്രീൻ കൃഷി വിശേഷങ്ങൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റെയിൻ ഷെൽട്ടർ അല്ലെങ്കിൽ മഴമറ. അതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഗിൽഗാൽ ആശ്വാസ ഭവനിൽ പാർക്കുന്ന 450-ൽ പരം ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മഴമറ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മഴക്കാലത്തും വേനൽക്കാലത്തും 12 മാസവും കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കുന്ന വിളവ് നമ്മളല്ലാതെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല വിളവും മറ്റ് കീടങ്ങൾ ഒന്നും ഉപദ്രവിക്കാത്ത, കീടദോഷം വരാത്ത വിളവ് നമുക്ക് ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഏകദേശം 4000 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ്, സെൻട്രൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 20 അടി ഹൈറ്റാണ്. ഇത്രയും ഹൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്നത് വേനൽക്കാലത്ത് ചൂട് ശക്തമായി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര ഹൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലും കാറ്റ് കയറി ഇറങ്ങാനുള്ള വിടവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എത്ര ചൂട് വന്നാലും കാറ്റ് കയറി ഇറങ്ങും. അങ്ങനെയും കൂടി ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ എത്ര ശക്തമായ മഴക്കാലത്തും ഇതിൻ്റെ അകത്തുനിന്ന് കൃഷി ഉൽപ്പാദനം. ഈ പ്രാവശ്യത്തെ ജലപ്രളയം നമുക്കറിയാം. 2018 ഓഗസ്റ്റ് 15 മുതൽ 18 വരെയുള്ള ജലപ്രളയ സമയത്ത് ഇവിടെ ധാരാളം പയർ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പറിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ശക്തമായ കാറ്റ് ഇപ്രാവശ്യം ഉണ്ടായി. ആ കാറ്റിലും ഈ റെയിൻ ഷെൽട്ടർ നിലംപരിചായില്ല, ഇത് നിലനിൽപ്പാനിടയായി തീർന്നു. അപ്പോൾ ഗിൽഗാൽ ഗ്രീനിലെ ഈ റെയിൻ ഷെൽട്ടറിലെ കൃഷിയെക്കുറിച്ച് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഇന്ന് താല്പര്യപ്പെടുന്നത്. ഈ റെയിൻ ഷെൽട്ടറിൻ്റെ അകത്ത് ഇപ്പോൾ നട്ടിരിക്കുന്ന പയറാണ്. പയർ കൃഷിയാണ് ഇതിൻ്റെ അകത്ത്. റീനു എന്ന പേരിലുള്ള ഹൈബ്രിഡ് പയറാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നട്ടിരിക്കുന്നത്. ഹൈബ്രിഡ് പയറിൻ്റെ പ്രത്യേകത നല്ല വലിപ്പം ഉണ്ടാവും, തൂക്കം ഉണ്ടാവും, വലിയ കേടുകൾ ഉണ്ടാകത്തില്ല, കുറച്ചുകൂടെ വിളവ് കൂടുതൽ കിട്ടും. അതാണ് ഹൈബ്രിഡ് വിത്തിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ രണ്ടാമത്തെ പയർ കൃഷിയാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഈ മണ്ണൊക്കെ ഇളക്കി കുറച്ച് മണ്ണിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും പയർ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഈ കൃഷിയുടെ പ്രത്യേകത. ഇതിങ്ങനെ ബെഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ബെഡിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് അതിൻ്റെ അകത്ത് കുമ്മായം, വേപ്പൻ പിണ്ണാക്ക്, പിന്നെ അത്യാവശ്യത്തിനുള്ള മറ്റു വളങ്ങൾ, ആട്ടുംകാഷ്ടം, ചാണകപ്പൊടി, ഇങ്ങനെയുള്ള വളങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം വാർന്നു പോകും, നീർവാർച്ച ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പം ഇങ്ങനെ ഉയർന്ന സ്ഥലത്ത് ഇതിൻ്റെ മണ്ണിൻ്റെ അകത്തെ വളം ഒട്ടും നഷ്ടപ്പെടാതെ അങ്ങനെ തന്നെ കിടക്കും. പിന്നെ ഇടയ്ക്ക് നടന്ന് നമുക്ക് പണി ചെയ്യാനും ഇത് വിളവെടുക്കാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയാണ് നടുക്കിങ്ങനെ പാത്തി പോലെ ഏകദേശം 1.25 അടി വീതിയിലുള്ള വഴികൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 9 ബെഡാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം ഒരു 400 മൂട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 2-2.5 ടൺ പയർ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇതിങ്ങനെ എല്ലാ സമയവും നമുക്ക് ഇതിൻ്റെ അകത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും. ഇങ്ങനെ പന്തൽ ഇതുണ്ട്, ചരട് വലിച്ച് ഇതൊരു പന്തലാക്കിയിരിക്കണം. ഇവിടുന്ന് ഇനി ഒരു 10 അടിയുടെ ഹൈറ്റുണ്ട്. അതുകൊണ്ട് ചൂട് നമുക്ക് കുറയ്ക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി പയർ നമുക്ക് പറിക്കാം. പയർ പറിച്ച് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കത്തെ തോരൻ ഈ പയറാണ്. ഞങ്ങളുടെ പ്രിയ മക്കൾ, അന്തേവാസികളായിട്ടുള്ള ഞങ്ങളുടെ പ്രിയ മക്കൾ, അശരണരായിട്ടുള്ള രോഗികൾ, ക്ഷീണിതരമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് ഇന്നത്തെ ഉച്ചക്കത്തെ ആഹാരത്തിന് ഈ പയറാണ് ഞങ്ങളിന്ന് കൊടുക്കാൻ പോകുന്നത്. രുചികരമായിട്ടുള്ള ഒരു പയറാണ്. നമുക്കറിയാം ഏറ്റവും നല്ല രുചികരമായിട്ടുള്ളൊരു തോരനാണ് പയർ തോരൻ. നമുക്കറിയാം പയർ തോരൻ വളരെ രുചികരമായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇന്ന് ഞങ്ങളുടെ പ്രിയ മക്കൾക്ക് അതാണ് കൊടുക്കാൻ പോകുന്നത്. ഈ പയർ പറിക്കുന്നതിനൊരു മെത്തേഡുണ്ട്. നമുക്കറിയാം, നമുക്ക് കൈകൊണ്ടൊക്കെ വലിച്ചു പറിച്ച് പയർ എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നാമ്പെല്ലാം മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കത്രികയും കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്താണ് പയറെടുക്കുന്നത്. അതൊരു സൗകര്യമാണ്. ഇങ്ങനെ കട്ട് ചെയ്യുക, പയർ കട്ട് ചെയ്ത് പയർ ഇതുപോലെ കയ്യിൽ അടുക്കി വെക്കും. ഇത് വിളഞ്ഞത് നോക്കിയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. അടുത്തായി വരുന്നുണ്ട്. നാളെയും ഇതുപോലെ തന്നെ പയർ നമുക്ക് പറിക്കാൻ സാധിക്കും. എല്ലാ ദിവസവും ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ പയർ പറിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 മാസം നമുക്ക് തുടർമാനം ഇതിൻ്റെ അകത്തുനിന്ന് പയർ പറിക്കാൻ സാധിക്കും. ശരാശരി 20 കിലോ ഡെയിലി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പറിക്കാൻ സാധിക്കും. ഒരു നേരം ഞങ്ങൾക്കിവിടെ ഈ 450 പേർക്ക് തോരൻ വെക്കണമെങ്കിൽ 15 കിലോ പയർ ആവശ്യമാണ്. 15 കിലോ പയർ. ഇതിൻ്റെ അകത്ത് യാതൊരു വിഷങ്ങളൊന്നുമില്ല, കെമിക്കലൊന്നുമില്ല. നമ്മൾ നാടൻ രീതിയിൽ ചെയ്യുന്ന ഒരു കൃഷിയാണിത്. പയർ നമ്മളിങ്ങനെ പറിച്ചിട്ട് ഇതുപോലെ ഒരേപോലെ അടുക്കിയിട്ട് ഈ റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടും. ഇങ്ങനെ റബ്ബർ കെട്ടും. അതപ്പം ഊരിപ്പോകത്തില്ല. എന്നിട്ട് ഇങ്ങനെ ഇവിടെ തന്നെ ഇട്ടേക്കും. പയറിങ്ങനെ പറിച്ച് ഇങ്ങനെ അടുക്കി കെട്ടി ഇവിടെ വെക്കും. എല്ലാം പറിച്ച് ലാസ്റ്റ് ഇത് വന്ന് നമ്മൾ പറക്കി കൊണ്ടുപോകും. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇതിൻ്റെ അകത്തൊന്ന് കൃഷി വിളവെടുക്കാൻ സാധിക്കും. രാത്രിയിൽ ഇപ്പോൾ നമുക്ക് ഇച്ചിരി വൈകി, പകൽ നമുക്ക് സമയം കിട്ടിയില്ല, ഇപ്പോൾ രാത്രിയിലായാലും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പയർ പറിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ പരിപാലനം നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് നമ്മുടെ സമയം പോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൃഷി ചെയ്യാൻ സാധിക്കും. മറ്റെവിടെ ആയാലും നമുക്ക് പകലൊരു സമയത്ത് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ പണിയും മെനക്കേടാവും. എന്നാൽ ഇതിൻ്റെ അകത്ത് എത്ര ശക്തമായ മഴ പെയ്താലും ഇതിനകത്ത് നിന്നുകൊണ്ട് നമുക്കിത് പറിക്കാനോ അല്ലെങ്കിൽ വള്ളി കയറ്റി വിടാനോ അല്ലെങ്കിൽ വളവിടാനോ പരിപാലനം ചെയ്യാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, നമ്മുടെ ഒരു ഫാസ്റ്റ് ലൈഫാണ് ഇപ്പോഴത്തെ. അതിവേഗം നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം നമുക്ക് സമയമില്ല. പല കാര്യങ്ങളും നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു ജീവിതമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കിട്ടുന്ന സമയം, അത് ചിലപ്പം അതിരാവിലെ സമയമായിരിക്കും. ഞാൻ എല്ലാ ദിവസവും രാവിലെ വന്ന് ഇതിനകത്തുനിന്ന് ഒന്ന് കയറി ഇറങ്ങാതെ പോകത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ജോലി കഴിഞ്ഞോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ സന്ധ്യയായി അല്ലെ രാത്രിയായി ഇതിലോട്ടൊന്ന് വന്ന് നമുക്കിതിൻ്റെ അകത്തെ കൃഷി കാണാൻ സാധിക്കും. ലൈറ്റ് വേണം ഇടാം, ടോർച്ച് കൊണ്ട് വരാം. വളരെ സേഫായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഇഴജന്തുക്കളോ മറ്റ് ക്ഷുദ്രജീവികളോ ഒന്നും ഇവിടെ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വന്ന്
ഇതിൻ്റെ അകത്ത് ജോലി ചെയ്യാൻ സാധിക്കും. അതാണൊരു പ്രത്യേകത. പറിക്കുന്ന പയർ നമ്മൾ അപ്പോൾ തന്നെ ഇതുപോലെ റബ്ബർ ബാൻഡിട്ട് കെട്ടിയെടുക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ പയർ അതുപോലെ തന്നെ കിടന്നോളും. ഇങ്ങനെ ഈ സൈഡിൽ വെക്കും, കാണാവുന്ന പോലെ. ഇന്നത്തേക്കുള്ള പയർ പറിച്ചു കഴിഞ്ഞു. ഇങ്ങനെ 2 സൈഡിൽ പറിച്ച് വെച്ചിരിക്കുകയാണ്. ഈ വെച്ചിരിക്കുന്ന പയർ ഇപ്പോൾ എടുക്കാൻ പോവാണ്. ഇന്ന് ഇവിടെ ഗിൽഗാൽ ആശ്വാസ ഭവനിലെ ഞങ്ങളുടെ പ്രിയ മക്കൾക്ക് പയറുതോരനാണ് ഉച്ചയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ 15 കിലോ പയറുണ്ട്. ഇത് 15 കിലോ പയർ വേണം ഒരു നേരെ ഇവിടെയുള്ള എല്ലാവർക്കും 450 പേർക്ക് ആഹാരത്തിൻ്റെ കൂടെ ഈ തോരൻ ഉണ്ടാക്കാം. 15 കിലോ പയർ ആവശ്യമാണ്. പയറിപ്പം ഇവിടുന്ന് കിച്ചണിലേക്ക് കൊണ്ടുപോകണം.